കടല വേണോ? ആ കടല വേണം. കടല എന്താ വില? 20 റുപ്യ. നിങ്ങൾ മൂന്നാളും കൂടി ഒരുമിച്ചിരുന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. അത് നടന്ന തന്നെ. അനൂപ, നമ്മളിഞ്ഞ എന്ത് ചെയ്യാ? എന്താവാനാ, ഒന്നും ആയില്ലല്ലോ. നിങ്ങളും കൂടി കണ്ടതല്ലേ ഓന്റെ ആ സ്വഭാവം വെച്ച് ഓനൊരു പരിപാടിക്ക് പറ്റൂല എന്ന് ഞാൻ അന്നേ പറഞ്ഞതല്ലേ. അപ്പൊ നിങ്ങളല്ലേ പറഞ്ഞത് ഫാറൂഖ് അല്ലേ നമ്മളെ ചെങ്ങായി അല്ലേ ഓനെ കൂട്ടാന്ന്? ഓ എങ്ങനെയാണുള്ളത് ഞാൻ അറിയില്ലല്ലോ. ഓന്റെ പിടിവാശി ഓന്റെ സ്വഭാവം ഓ മാറ്റിട്ട് എന്നിട്ട് നമുക്ക് കമ്പനി തുറക്കാം. അല്ലാത്ത പക്ഷെ ഇത് മുന്നോട്ട് പോകൂല മുസ്തഫാക്ക. അവന്റെ സ്വഭാവം കൊണ്ട് നമ്മളെ പൈസ പോയി. ഫാറൂഖേ, എന്താ എന്റെ അവസ്ഥ? എന്തറിഞ്ഞിട്ടാ ഈ പറഞ്ഞത്? ഈ എന്റെ വാശിയും ദേഷ്യമൊക്കെ ഒന്ന് കുറക്ക്. ഞാൻ ആരോടാ ദേഷ്യപ്പെട്ടത്? ഞാൻ എന്റെ അവസ്ഥ പറഞ്ഞതാ എനിക്കൊക്കെ വലിയ ദേഷ്യം തോന്നിയത്? ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. ഓരോരോ കട്ടക്കാലങ്ങള്. ഫാറൂഖ് അവിടെ നിക്ക്. ഫാറൂഖേ, എന്നോട് ദേഷ്യം ഉണ്ടായിട്ട് പറയില്ല. മുസ്തഫാഖാന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. അനൂപിനെ വിട്. ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? അതും കൂടി ഒന്ന് പറഞ്ഞോ. നമുക്ക് രണ്ടാക്കും ഓരോരുത്തക്കാൻ പോയാലോ? എന്റെ പട്ടി പോകും. ഒരു ആവശ്യം കൊണ്ട് വന്നോട്ടെ. എന്താ വണ്ടിമേലെ കവറ്? ഏത് വൃത്തിയായിട്ടാണ് എന്റെ വണ്ടി മുതൽ കൊണ്ടുവന്ന? ഫാറൂഖ്, അത് ഏതേ പാവപ്പെട്ടവന്റെ കാരൻ. ഇജ്ജ് എന്തിനാ വലിച്ചേറുണ്ട്? എന്ത് സ്വഭാവാണത്? എനിക്ക് വലിയ വേദന നീ പെറുക്കി പിടിച്ചാളാ. ഞാൻ പോകണം. എന്തേലാട്ടെ. ഇതെന്ത് വാങ്ങാളെ ഈ വണ്ടിക്ക്? വണ്ടി ഓഫായല്ലോ. എന്താ ഫാറൂഖ്, എണ്ണ കഴിഞ്ഞാ? എന്ത് പണ്ടാറന്ന് ആർക്കറിയാം? എണ്ണ കഴിഞ്ഞിട്ടുണ്ടാവും. അതന്നെ. എണ്ണൊക്കെ ഞാൻ അടിച്ചതാണ് ഇതില്. അല്ലെങ്കിലും അങ്ങനെയാണല്ലോ, ഒരു അത്യാവശ്യം ഇറങ്ങുമ്പോൾ ഇതൊക്കെ ഉണ്ടാവില്ലേ. നോക്കി നിൽക്കാതെ ഇതൊന്നും വലിച്ചൂടാൻ പറയാൻ. പണ്ടാറം ഇതെടുത്താണ് പോയിക്കിട വേണ്ടത്. നോക്കി നിൽക്കാതെ അടിച്ചൂടാൻ പറയാ. ഇപ്പൊ ശരിയാക്കി തരാം. ഇത് ശരിയാവില്ല നിനക്ക് അറിയാം. നീ പറഞ്ഞാൻ പറയാ. ഞാൻ എന്താ പറയാനാ? പറയാണ്ടി വർക്കനെ പറഞ്ഞാട്ടാ. നീ തള്ളു. ഞാൻ പറയാ. ഞാൻ തള്ളുണ്ടല്ലോ. തള്ളിക്കൂടാ. ഞാൻ തള്ളുന്നോണ്ടല്ലോ ഇത് പോണ്ടേ. വണ്ടിക്ക് എന്താ പറ്റി? വണ്ടി സ്റ്റാർട്ട് ആവണില്ല. ഓൾറെഡി നിന്നതാ. വർക്ക്ഷോപ്പ് ഉണ്ട് അടുത്ത എവിടെയോ? ഇവിടെ അടുത്തൊരു വർക്ക്ഷോപ്പ് ഇല്ല. പിന്നെ ഉള്ളത് 8 കിലോമീറ്റർ അപ്പുറത്താ. അത് ഞായറാഴ്ച അതുകൊണ്ട് തുറക്കുമെന്ന് അറിയില്ല. ഇനി എന്താ പറയാ കാട്ടുക? എന്ത് കാട്ടാനാ? തള്ളുകനെ. ഇവിടെ നിന്നിട്ട് എന്താ കാര്യം? ഞാൻ തള്ളിക്കൂടെ. ഏയ് അല്ലേ നിക്ക്, ഒരാളുണ്ട്. ഞാനൊന്ന് വിളിച്ചോട്ടെട്ടാ. പെൻഡിങ് ഉള്ള ബില്ല് ഏതെങ്കിലും ഉണ്ടോ? അഡ്വാൻസ് വാങ്ങിയതൊക്കെ സാധനം കൊടുത്തോണോ? ഫോൺ റിങ് ചെയ്യുന്നുണ്ട്, പക്ഷെ എടുക്കണില്ല. പക്ഷെ എടുക്കേണ്ട ആളാണ്. എന്ത് പറ്റിയെന്ന് അറിയില്ല. അല്ലെങ്കിൽ ഇവിടെ നിൽക്കി ഒരു 5 മിനിറ്റ്. ഞാനിപ്പോ ഓനിട്ട് ഇപ്പം കണ്ടു വരാം. വരൂല, ആർക്കറിയാം. അത് വരും നിനക്ക് തോന്നുന്നില്ല. ഈ കണ്ട സാധനങ്ങളൊക്കെ ഇനി എന്ത് ചെയ്യാ? മിഷണറീസിന്റെ ഒരു 50% പോലും തിരിച്ചടക്കാൻ പറ്റിയിട്ടില്ല. അതും ഇനി എന്തെങ്കിലും ചെയ്യണം. അതാ വരണോ. വണ്ടി ഓടുമ്പോ ഇപ്പൊ വരുന്ന സമയത്ത് ഇത് ഓഫായി. പിന്നെ അടിച്ചിട്ട് കിട്ടണില്ല. ഞാനൊന്ന് നോക്കട്ടെ ട്ടാ. ചാവി എമ്മലുണ്ട് കേട്ടോ. ആ പഴയ വർക്ക്ഷോപ്പ് വരുന്ന ഒരുവിധം കേടൊക്കെ അയാൾ നന്നാക്കും. അയാൾക്ക് ഈ ഓയിലിന്റെയും ഗ്രീസിന്റെ ഒക്കെ അലർജി ഉണ്ടായതുകൊണ്ട് വർക്ക്ഷോപ്പിണി നിർത്തിയാണ്. ഇപ്പൊ അയാള് ബീച്ചിൽ കടല് വിട്ടിട്ടൊക്കെയാണ് കുടുംബം പോറ്റണേ. അയാള് ബാത്റൂം പോയപ്പോഴേ അയാളെ ഫോണും കടലൊക്കെ ആരോടത്ത് വലിച്ചെറിഞ്ഞു. അതിന്റെ ടെൻഷനിലാണ് അയാളെ. അതാണ് ഫോൺ എടുക്കാത്തത്. ഈ ഒന്നുകൂടി ഫാറൂഖിനെ വിളിച്ചു നോക്കോ?
ഞാൻ ഒരുപാട് തവണ അവനെ വിളിച്ചതാ, ഇനിയിപ്പോ വിളിക്കണ്ട. വണ്ടി ഷാർട്ട് ആയിക്കണം കേട്ടാ. എത്ര പൈസ എത്ര വേണ്ടേ? അതൊന്നും മാണ്ടടാ, പൈസ ഒന്നും മാണ്ടടാ. ചെല്ല് എന്തെങ്കിലും കൊടുക്കേ, മോശമാണ്. എന്നാതാ എന്തെങ്കിലും വെച്ചോളേ, എന്തെങ്കിലും വെച്ചോളേ. വേണ്ട വേണ്ട. ഇത് കുടിച്ചോളേ. ഇത് എന്തെങ്കിലും കുറച്ച്. വേണ്ട വേണ്ട. ഐ വേണ്ട. ഇപ്പൊ എനിക്ക് മനസ്സിലായില്ലേ, ആരെയും നമുക്ക് നിസ്സാരായിട്ട് കാണാൻ പാടില്ല.